അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന ആ വാക്യം ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ടെ. അവർ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞില്ല. സുപരിചിതമായ വാക്യമാണ്, ഉച്ചത്തിൽ പറയാം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്തൃസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതിൽ നിന്ന് തികച്ചും തീവ്രമായി, ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ദൈവകൃപയുടെ വല്ലഭത്വം ഇറങ്ങി വ്യാപരിക്കപ്പെടട്ടെ. വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ. ഈ സദസ് മുഴുവൻ കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രിയിൽ കർത്താവിനെ ആരാധിച്ച് തുടങ്ങിയാട്ടെ. ആത്മമണ്ഡലം തുറന്നു വരട്ടെ. ദുരാത്മമണ്ഡലങ്ങൾ കീഴടങ്ങപ്പെടട്ടെ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാർ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. കൃപയുടെ വചനത്തിന് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുവാൻ ഇടവരട്ടെ. വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ. പരിസരങ്ങളെ മറന്ന് ഇന്ന് രാത്രി ആത്മനിറവിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക ഇടപെടലുകൾ നമ്മുടെ നടുവിൽ വ്യാപരിക്കപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. വായി തുറന്ന ജനം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Oh, thank you Jesus, thank you Jesus, thank you Jesus. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ചലിക്കണമേ. പുത്രനെ വെളിപ്പെടുത്തുവാനുള്ള കൃപ തരണമേ. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഈ വഴിവക്കിൽ, ഈ പന്തലിനകത്തെ ശബ്ദപരിധിയിൽ ജനം കേൾക്കുന്ന ഇടത്തെല്ലാം ജനത്തിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തുറക്കുമാറാകണമേ. ദൈവ കൃപ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരേണ്ടതിന് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യത്തെ ചോദിക്കുന്നു, അവിടുത്തെ കൃപയെ ആശ്രയിക്കുന്നു, അവിടുത്തെ ഇടപെടലുകൾക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കപ്പെടേണ്ടതിന് നന്ദി പറയുന്നു. എല്ലാറ്റിനുമായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. നമുക്ക് പരിചിതമായ വാക്യമാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരിക്കൽ കൂടി ആ വാക്യം ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. ആമേൻ. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളും കർത്താവായി യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്റെ വാക്കല്ല. ഒലിവ് മലയിൽ കരമുയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇത് കർത്താവ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളും യേശുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ വീക്ഷണത്തിൽ. അപ്പോൾ തന്നെ പുതിയ നിയമത്തിന്റെ 27 പുസ്തകങ്ങളും ഈ വിധത്തിൽ 66 പുസ്തകങ്ങളെ യേശുക്രിസ്തുവിന്റെ ആളത്വത്തോടുള്ള ബന്ധത്തിൽ, സവിശേഷതകളോടുള്ള ബന്ധത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടുള്ള ഒരുക്കമാണ്. അപ്പോൾ തന്നെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ വിവിധ രൂപഭാവാദികളെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തിയും ലേഖനങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. വെളിപ്പാട് പുസ്തകം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം പാദമൂന്നി നിൽക്കുന്ന ഈ മണ്ണിനും
ഈ പ്രപഞ്ചത്തിനും സംഭവിക്കുവാൻ പോകുന്ന പര്യവസാനമാണ്. ഇങ്ങനെ 66 പുസ്തകങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിവരിക്കുകയാണ്. അതിൽ നമ്മുടെ ചിന്ത സുവിശേഷത്തിലാണ്. സുവിശേഷം സവിശേഷമാണ്. 4 സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ജീവചരിത്രം എന്ന ആശയത്തിലല്ല നമ്മൾ കാണുന്നത്. 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിന്റെ ചതുർവിധ സ്വഭാവത്തിന്റെ കറയറ്റ വ്യാഖ്യാനങ്ങളാണ്. സഭാപിതാവായ ഉറീഗന്റെ അഭിപ്രായമനുസരിച്ച് 4 വശങ്ങളുള്ള സുവിശേഷം എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ നമ്മൾ ഈ സുവിശേഷത്തിന്റെ വിഷയത്തിലേക്ക് നമ്മൾ ഒന്ന് പ്രവേശിച്ചാൽ അക്കമിട്ട് നിരത്തി പറയുവാൻ കഴിയുന്ന വിഷയങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവപ്രകൃതി. രണ്ടാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതി. മൂന്നാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡധാരണം. നാലാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം. അഞ്ചാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ. ആറാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം. ഏഴാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. എട്ടാമത്തെ വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. ഇങ്ങനെ അക്കമിട്ട് നിരത്തി നമുക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ കഴിയും. ഈ വിധത്തിൽ 4 സുവിശേഷങ്ങളെ നമ്മൾ വിശകലനം ചെയ്താൽ ഒരു ജീവചരിത്രം എന്ന് പറയുന്നതിനേക്കാൾ ഒരാളത്വമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സുവിശേഷം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വമാണ് പറയുന്നത്. അതിൽ 1-ാം അധ്യായം മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒത്തിരി പരിചിതമാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഈ പേര് ഇടണം എന്ന് പറയുന്ന നിർദ്ദേശം ഒരർത്ഥത്തിൽ അതൊരു പ്രവചനമാണ്. കാരണം ജനിക്കുന്നതിന് മുൻപേ നിർദ്ദേശിക്കപ്പെട്ട ഒന്നാണ്. ശിശു ഉരുവാകുന്നതിന് മുൻപേ പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ്. ജനനത്തിന് മുൻപേ പേര് നിർദ്ദേശിക്കപ്പെട്ട വേറെ പല ആളുകളെ പഴയ പുതിയ നിയമങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കർത്താവായ യേശുക്രിസ്തു. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം പേര് ജനനത്തിന് മുമ്പ് നിർദ്ദേശിക്കപ്പെട്ടത് ഇശ്മയേലിനാണ്. രണ്ടാമത്തെ വ്യക്തി ഇസഹാക്കാണ്. വാക്യങ്ങളൊക്കെ പറഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം ചുരുക്കാൻ വേണ്ടി വാക്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ 1 ഇശ്മയേൽ, 2 ഇസഹാക്ക്, 3 ശലോമോൻ, 4 യോശിയാവ്, 5 കോരശ്, 6 സ്നാപക യോഹന്നാൻ. ഇവരൊക്കെ ജനനത്തിന് മുമ്പേ പേര് നിർദ്ദേശിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അളവിലാണ് കർത്താവായ യേശുവിനെ യേശു എന്ന പേര് ജനനത്തിന് മുൻപ് നിർദ്ദേശിക്കുന്നത്. യേശു കർത്താവിന്റെ ജനനം മുതൽ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാന സ്വർഗാരോഹണം വരെയുള്ള മുഴുവൻ വിഷയങ്ങളെയും ഏതാണ്ട് 322 പ്രവചനങ്ങളിലൂടെ പഴയ നിയമം മുഴുവൻ ഇങ്ങനെ സ്ഥാപിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 322 പ്രവചനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാന വിഷയങ്ങളാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളെയും കുറിച്ച് പഴയ നിയമത്തിൽ മാത്രം ഏതാണ്ട് 1600-ൽ പരം പ്രാവശ്യം പ്രവചന രൂപേണ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രവചന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് 322 പ്രവചനങ്ങൾ. അതെല്ലാം അക്കമിട്ട് നിരത്തി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ജനനം ഏത് ഗോത്രത്തിലായിരിക്കുമെന്ന്, ആ ജനനം ഏത് വംശാവലിയിലായിരിക്കുമെന്ന്, ആ ജനനം ഏത് സ്ഥലത്തായിരിക്കുമെന്ന്, ആ ജനനം സംഭവിച്ച ശിശു ഏത് സ്ഥലത്താണ് വളരുന്നതെന്ന്, ആ വളർന്നു വരുന്ന ശിശുവിന് മുന്നോടിയായി പുറപ്പെടുന്നവൻ ആരായിരിക്കുമെന്ന്, അവന്റെ പേര് എന്തായിരിക്കുമെന്ന്, ആ പുറപ്പെടുന്നവന്റെ ഭക്ഷണം എന്തായിരിക്കുമെന്ന്, അവൻ ധരിക്കുന്ന വസ്ത്രം എന്തായിരിക്കുമെന്ന്, അവന്റെ സന്ദേശം എന്തായിരിക്കുമെന്ന്, ഇങ്ങനെ പറയാൻ കഴിയത്തക്ക വിധത്തിൽ 1, 2 എന്ന ക്രമത്തിൽ കാര്യങ്ങൾ പ്രവചന രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം
12 ഗോത്രങ്ങളിൽ വെച്ച് യഹൂദ ഗോത്രത്തിൽ തന്നെയായിരിക്കുമെന്നാണ് പ്രവചനം. നമുക്കറിയാം, അപ്പനായ യാക്കോബ് മിസ്രൈമിലെ കട്ടിലിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ്, കട്ടിലിലേക്ക് കാലെടുത്ത് വെച്ച് അവസാനിക്കുന്നതിന് മുൻപ് തൻ്റെ 12 മക്കളെയും 2 കൊച്ചുമക്കളെയും വിളിച്ചു നിർത്തി അവരെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ യഹൂദ ഗോത്രത്തോട് പറഞ്ഞ ഒരു പ്രവചനമാണ്: രാജദണ്ഡ് നിന്റെ കാലുകളുടെ അടിയിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. അതിന്റെ അർത്ഥം എന്നും രാജാക്കന്മാർ അവിടുന്ന് ഉണ്ടാകും എന്ന് മാത്രമല്ല, എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വം, മാറ്റം വരാത്ത ഒരു രാജ്യത്വം, അവസാനിക്കാത്ത ഒരു രാജ്യത്വം യഹൂദ ഗോത്രമേ, അത് നിന്നിൽ നിന്ന് പുറപ്പെടും. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആധിപത്യം അവസാനിക്കാത്ത ആധിപത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഒരാധിപത്യവും അവസാനിക്കാത്ത ആധിപത്യങ്ങളല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ ഭാരതം. ഇവിടുത്തെ ആധിപത്യങ്ങളൊന്നും അവസാനിക്കാത്ത ആധിപത്യമല്ല. കൃത്യമായി 5 വർഷം കഴിയുമ്പോൾ ജനത്തിന്റെ തിരഞ്ഞെടുപ്പെന്ന പ്രക്രിയയെ ഇവിടുത്തെ ഏത് ഭരണാധിപനും നേരിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആധിപത്യങ്ങൾക്ക് ഒരവസാനമുണ്ട്. ഇത് തുടരുന്നതല്ല, ഇത് വർദ്ധിക്കുന്നതല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആധിപത്യം വർദ്ധിക്കുന്ന ആധിപത്യമാണ്. പ്രവചനം യഹൂദ ഗോത്രത്തോടാണ്: നിന്റെ ഗോത്രത്തിൽ നിന്ന് ഈ ശിശു പുറപ്പെടും. ഇനി അത് മാത്രമല്ല, ഏതാണ് വംശാവലി? മത്തായി സുവിശേഷം പറയുന്നു, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഇത് മാത്രമല്ല, എവിടെയാണ് ജനിക്കുന്നത്? മീഖ പറഞ്ഞു, നീയോ ബേതൽഗേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെടും. എവിടെയാണ് വളരുന്നത്? അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് നസ്രത്തിലാണ് വളരുന്നത്. ഇത് കൃത്യമായ പ്രവചനമാണ്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി യോഹന്നാൻ എന്ന പേര് വരുമെന്ന്, ആ വരുന്നവന്റെ ഭക്ഷണം വെട്ടിക്കിളിയും കാട്ടുതേനുമായിരിക്കുമെന്ന്, ആ വെട്ടിക്കിളിയും കാട്ടുതേനും ആഹരിക്കുന്നവൻ യോഹന്നാൻ എന്ന യേശുക്രിസ്തുവിന്റെ മുന്നോടിയായവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, വഴി ഒരുക്കുന്നവൻ, മരുഭൂമിയിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്ന് പറഞ്ഞ് പ്രവചനം കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിന്റെ ഒരു പ്രകടനമോ ഒരു വെളിപ്പെടലുമല്ല. ദൈവത്തിന്റെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അനാദികാല പദ്ധതിയാണ്. അതാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം. യേശുവിൽ നിവർത്തിക്കപ്പെട്ടത് അനാദി നിർണയമാണ്. ആ അനാദി എന്ന പദത്തെ ഞാൻ ഒന്ന് തൊടുകയാണ്. ഏതാണ് അനാദി? ആദി എന്ന പദം സുപരിചിതമാണ്, എന്നാൽ അനാദി എന്ന പദം എല്ലാവർക്കും സുപരിചിതമല്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്നാൽ അനാദി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സകലത്തിനു മുൻപേ, അതാ മോശ പറഞ്ഞത്, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുന്നതിന് മുൻപേ അനാദിയായ ദൈവം. അപ്പം കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ അനാദികാല നിർണയത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതെല്ലാം ദൈവത്തിന്റെ അനാദികാല നിർണയമാണ്. ആ അനാദികാല നിർണയത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ പട്ടണമായ ബേതൽഗേം എഫ്രാത്തയിൽ ജനിക്കുമെന്ന്, ആ ജനിക്കുന്നവനെ യേശു എന്ന് പേരിടണം എന്ന് പറയുന്നതെല്ലാം ആ ദൈവത്തിന്റെ അനാദികാല പദ്ധതിയുടെ ഭാഗമാണ്, ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇനിയും ഈ യേശു എന്ന പേര് വന്ന റൂട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. യേശു എന്ന പേര് വന്ന റൂട്ട്, യേശു എന്ന പേരിന്, ജീസസ് എന്ന പേരിന്, സ്തോത്രം, തത്തുല്യമായി പഴയ നിയമത്തിൽ കിടക്കുന്ന പേര് ജഹോശുവ എന്നാണ്. ഈ ജഹോശുവ എന്ന നാമം നമ്മളൊന്ന് വിശദീകരിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ 2 ക്യാരക്ടറുകളെ അതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന്, മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത നൂന്റെ മകനായ യോശുവ. 2, സെക്കരിയാവിന്റെ ദർശനത്തിലും സെരൂബാബേലിന്റെ സംഘത്തിലും പെട്ട യേശുവ എന്ന ഒരിടത്ത് വിളിക്കപ്പെട്ടതും പിന്നീട് യോശുവ
യോശുവ എന്ന് മാറ്റി വിളിക്കപ്പെട്ടതുമായ മഹാപുരോഹിതനായ യോശുവ. ഈ രണ്ടു പേരുകളും യേശു എന്ന പേരുമായി വളരെ ബന്ധമുണ്ട്. അതിന്റെ എറ്റിമോളജിക്കൽ സ്റ്റഡിയിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ ഒന്ന് പറയുകയാണ്. ഈ നൂന്റെ മകനായ യോശുവ, ആ യോശുവയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോശുവയുടെ പേര് വാസ്തവത്തിൽ യോശുവ എന്നായിരുന്നില്ല. സക്കറിയാവിന്റെ പുസ്തകം, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. എന്നാൽ മോശ നൂന്റെ മകനായ ഹോശേയയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. കേട്ടോണേ, ഹോശേയയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. അപ്പൊ യോശുവയുടെ ആദ്യത്തെ പേര് ഹോശയ എന്നാണ്. ഹോശയ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കുന്നു എന്നാണ്. ആ രക്ഷിക്കുന്നു എന്ന പേര്, ഹോശയ എന്ന പേര് മാറ്റിയിട്ടാണ് യഹോശുവ എന്ന പേര് മോശ യോശുവയ്ക്ക് നൽകിയത്. അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. അപ്പം യോശുവ എന്ന് നമ്മൾ മലയാളീകരിച്ച് വിളിക്കുമ്പോൾ, യഹോശുവ എന്ന എബ്രായ രൂപത്തിൽ വിളിക്കുമ്പോൾ, ജോഷുവ എന്ന് മലയാളത്തിൽ വിളിക്കുമ്പോൾ അതിനുള്ള അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. ഇതേ നാമമാണ് സ്തോത്രം പുരോഹിതനായ യോശുവയ്ക്കും നൽകിയിരിക്കുന്നത്. യോശുവയുടെ ആദ്യത്തെ പേര് യോശുവ എന്നായിരുന്നില്ല, യേശുവ എന്നായിരുന്നു. തെളിവ് എസ്രയുടെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു: ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരൂശലേമിലേക്കും യഹൂദിയയിലേക്കും പ്രാന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന സംസ്ഥാനവാസികളാവിത്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം: സെരുബാബേലിനോടുകൂടെ വന്നവർ യേശുവ, നെഹമ്യാവ് എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഒറ്റ പേര് നമ്മൾ എടുക്കുന്നുള്ളൂ, യേശുവ. പിന്നീടാണ് ആ പേര് യോശുവ, ജോഷുവ എന്നാക്കി മാറ്റിയത്, ജഹോഷുവ എന്നാക്കി മാറ്റിയത്. അർത്ഥം യഹോവ രക്ഷിക്കുന്നു. ഈ ആശയത്തിൽ നിന്നാണ് യേശു എന്ന പേര് വന്നതെന്ന് കൃത്യമായ പഠനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ടൈപ്പോളജിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുന്ന രണ്ടു പേരാണ് ഈ പറയപ്പെട്ട സൈന്യാധിപനായ യോശുവയും മഹാപുരോഹിതനായ യോശുവയും. അത് വിവരിച്ചു നിൽക്കാൻ എൻ്റെ മുന്നിൽ നേരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പ്രവേശിക്കുന്നില്ല. അപ്പൊ ഇവിടെ യേശുവിന് വന്ന പേരിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചേ: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന വാക്കിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? രക്ഷകൻ എന്നാണ്. ആ വാക്യം ആ പേരിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ആ പേരിന്റെ അർത്ഥം? തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം: യേശു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട പ്രാരംഭ ഇടങ്ങളിലെല്ലാം രക്ഷ എന്ന പേരിനോട് ചേർത്താണ് ഈ നാമം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എവിടെയൊക്കെയാണ് തെളിവുകൾ? 1, 2 എന്ന ക്രമത്തിൽ ഞാൻ പറഞ്ഞു വരാം. അതിൽ ഏറ്റവും പ്രാധാന്യതയുള്ള ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ദൂതൻ ഇടയന്മാർക്ക് പ്രത്യക്ഷനായിരിക്കുക. എന്നിട്ട് ദൂതൻ ഇടയന്മാരോട് പറയുകയാണ്: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ആരാണ് ജനിച്ചിരിക്കുന്നത്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവ്, ക്രിസ്തു, രക്ഷിതാവ്. ആ രക്ഷിതാവ് എന്ന പേര്, ആ അർത്ഥം അങ്ങോട്ട് മാറ്റിയാൽ യേശു എന്ന് വിളിക്കുവാൻ കഴിയും. കർത്താവ്, ക്രിസ്തു, യേശു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതിനിവിടെ പറഞ്ഞിരിക്കുകയാണ്: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ആട്ടെ, ഈ രക്ഷിതാവ് ജനിച്ചതിന്റെ അടയാളം എന്താണ്? നമ്മളൊക്കെ ആളുകളെ രക്ഷിതാവെന്ന് വിളിക്കുന്നത്, രക്ഷകൻ എന്ന് വിളിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? ഇവിടെ ഒത്തിരി രക്ഷകന്മാരുണ്ട്, ഇവിടെ ഒത്തിരി സാമൂഹിക പരിഷ്കർത്താക്കളുണ്ട്, ഇവിടെ ഒത്തിരി ഉദ്ധാരകന്മാരുണ്ട്. ഇവരൊക്കെ എപ്പോഴാ ഉദ്ധാരകന്മാരായത്? ഇവരൊക്കെ എപ്പോഴാ രക്ഷകന്മാരായത്? ഇവരൊക്കെ എപ്പോഴാ സാമൂഹിക പരിഷ്കർത്താക്കളായത്? നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ എന്തിനും പോന്ന തൻ്റെ ഇടമുണ്ടാകുമ്പോൾ, ബുദ്ധി
ബുദ്ധികൂർമ്മത ഉണ്ടാകുമ്പോൾ എന്തടാന്ന് ചോദിക്കുമ്പോ ഏതടാന്ന് ചോദിക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടാകുമ്പോൾ, ആളുകളെ നേടാനുള്ള പ്രാപ്തി ഇവൻ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ, ആശയങ്ങൾ കൊണ്ട് ജനത്തെ അമ്പരിപ്പിക്കുവാനുള്ള ഭാഷാ ശൈലിയും ബുദ്ധികൂർമ്മതയും ഒരുവനിൽ കണ്ടു കഴിയുമ്പോൾ, അങ്ങനെയുള്ളവരെ ഇവിടുത്തെ സമൂഹം പരിഷ്കർത്താക്കളായിട്ടോ രക്ഷകരായിട്ടോ ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഈ യേശുവിനെ രക്ഷകൻ എന്ന ദൂതന്മാർ പരിചയപ്പെടുത്തുമ്പോൾ ആ രക്ഷകൻ എന്ന് വിളിക്കപ്പെട്ട യേശു എവിടെയാണ്? അതിന്റെ അടയാളം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്ന് പറഞ്ഞു. അപ്പൊ രക്ഷകൻ എവിടെ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുകയാണ്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ചോരക്കുഞ്ഞെങ്ങനെ രക്ഷകനാകുന്നത്? അതൊരു പ്രവചന ഭാഗമാണ്. ഹല്ലേലൂയ. ഇത് തന്നെയല്ലേ വന്യവയോധികൻ ആലയം വിട്ടുമാറാതെ ഭക്തിയോടെ നിന്ന് ശിമയോൻ 8-ാം നാളിൽ പരിച്ഛേദന കഴിപ്പാൻ മോശയുടെ ന്യായപ്രമാണം പറഞ്ഞത് നിവർത്തിക്കാൻ ആലയത്തിൽ ശിശുവുമായി ചെന്നപ്പോൾ ഈ വന്യവയോധികൻ ഓടിച്ചെന്നിട്ട് ആ ശിശുവിനെ കയ്യിലേക്ക് വാങ്ങി ആ ചോരക്കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ആ ചോരക്കുഞ്ഞിനെ നോക്കി പറഞ്ഞ വാക്കിങ്ങനെയാ: സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ആരെയായി പറയുന്നത്? ഒരു ചോരക്കുഞ്ഞ്, കരങ്ങൾ മുറുക്കി പിടിച്ചിരിക്കുന്ന, കണ്ണ് ഇറുക്കി അടച്ചിരിക്കുന്ന, ശീലകൾ കൊണ്ട് പൊതിയപ്പെട്ട ചോരക്കുഞ്ഞിനെ വിളിച്ചിട്ട് പറയുകയാണ് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ. അവിടെ ആ രക്ഷ എന്ന് പറയുമ്പോൾ യേശു എന്ന നാമത്തിൽ കിടക്കുന്ന അത്ഭുതകരമായ ദൈവീയ പദ്ധതിയാണ് രക്ഷ. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞങ്ങൾ കവലകൾ തോറും, ഞങ്ങൾ നാടുതോറും യേശുവിനെ പ്രസംഗിക്കുന്നത്. യേശുവാണ് രക്ഷ, യേശുവിലാണ് രക്ഷ, യേശുവിലൂടെയാണ് രക്ഷ, യേശു അല്ലാതൊരു രക്ഷയില്ല. ഇതാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം തുമയൂര്, സ്തോത്രം. എന്നെ ഈ റജി ശാസ്താംകോട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ശാസ്താംകോട്ടക്കാരനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ശാസ്താംകോട്ട ചർച്ച് ഓഫ് ഗോഡിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ പ്രസംഗവേദിയിലോട്ട് വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ പേരാണ്. ഇവിടുന്ന് ഞാൻ പോയിട്ട് 11 വർഷം കഴിഞ്ഞു. സ്തോത്രം. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഇതിലെ സ്ഥിരം സഞ്ചരിക്കാറുണ്ട്. എത്രയോ യോഗങ്ങൾ കടമ്പനാടും പരിസര പ്രദേശങ്ങളും നടന്നിട്ടുണ്ട്. എനിക്കറിയാം എത്ര കർത്തൃദാസന്മാർ യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ, സ്തോത്രം, ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, നാളെയും ചിലപ്പം ദൈവദാസന്മാർ വന്നാൽ രക്ഷയെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇത് പ്രസംഗിച്ചാലും തീരുന്നതല്ല. ആയുസ്സുള്ള അത്രയും കാലം, പ്രാണനുള്ള അത്രയും കാലം, ഈ തൊണ്ടക്കുഴിയിൽ അവസാനത്തെ ആ ശ്വാസവും ശേഷിക്കുന്ന അത്രയും കാലം ഞങ്ങളുടെ കയ്യിൽ മൈക്ക് കിട്ടിയാൽ യേശു രക്ഷകനാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് പണ്ട് ആശാരി ഉപദേശി പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ എൻ്റെ തല വെട്ടിയെടുത്ത എൻ്റെ തല നിങ്ങളുടെ കയ്യിലിരുന്ന് 1.5 മണിക്കൂർ അന്യഭാഷ പറയുന്നത്. കാരണം അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. മരിക്കുന്നതുവരെ, അവസാന ശ്വാസം വരെ ഈ രക്ഷകനായ യേശുവിനെ ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ 3 ഓഫീസുകളാണ് പ്രധാനമായും വചനം വെളിപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ ഓഫീസ് കർത്താവ് രാജാവാണെന്നുള്ളതാണ്. ഈ രാജാവ് എന്നും മാത്രമല്ല, രാജാതിരാജാവ് എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. വിശേഷിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെള്ളക്കുതിരയുടെ പുറത്ത് ആമേൻ സഞ്ചരിക്കുന്നവൻ, ദൈവവചനമെന്ന് പേരുള്ളവൻ, അഗ്നിജ്വാല പോലെ കണ്ണുള്ളവൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ പുറപ്പെടുന്നവന്റെ പേര് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രാജാതിരാജാവും കർത്താതി കർത്താവും. അപ്പൊ യേശു ആരാണ്? യേശു രാജാതി രാജാവാണ്. ഒന്ന് ചൊരാമേൻ പറഞ്ഞാട്ടെ. യേശു ആരാണ്? യേശു രാജാതി രാജാവാണ്. സ്തോത്രം. ഒന്നാമത്തെ ഓഫീസ് യേശു രാജാവാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഓഫീസിൽ യേശു പുരോഹിതനാണ്. ഏതു പുരോഹിതൻ? മരണത്താൽ മാറ്റം വരുന്ന പുരോഹിതനല്ല. ഇവിടുത്തെ സകല പുരോഹിതന്മാരും മരണത്താൽ മാറ്റം വരുന്നതാണ്. ജനത്തിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, സ്വന്തം പാപങ്ങൾക്കും കൂടെ വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ വിധിക്കപ്പെട്ട, മരണത്താൽ മാറ്റം വരുന്ന
ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് ആലയത്തിന്റെ അന്തർമന്ദിരത്തിലേക്ക് വിറച്ചുകൊണ്ട് പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ, മരണത്താൽ മാറ്റം വരുന്നവർ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മരണത്താൽ മാറ്റം വരുന്നതല്ല. യേശു പോകുന്നത് അന്തർമന്ദിരത്തിന്റെ തിരശീല കടന്നല്ല, ആകാശമെന്ന തിരശീലയിലൂടെ. യേശുവിന്റെ കയ്യിലിരിക്കുന്ന രക്തം അത് കാളക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തമല്ല, സ്വന്തം രക്തമാണ്. ആകാശമെന്ന തിരശീലയിലൂടെ സ്വന്തം രക്തത്താൽ കടന്നുപോയ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് മഹാപുരോഹിതനാണ്. അപ്പൊ അവിടുന്ന് രാജാവാണ്, അവിടുന്ന് പുരോഹിതനാണ്. ഏത് പുരോഹിതൻ? മഹാപുരോഹിതൻ. സകല പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠതയുള്ള സകല മഹാപുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനായ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അത് മാത്രമല്ല, അവിടുന്ന് പ്രവാചകനാണ്. ഇന്ന് ഇവിടെ ഉദയം കൊണ്ടിട്ടുള്ള സകല പ്രവാചകന്മാരെക്കാളും, പഴയ നിയമത്തിന്റെ സകല പ്രവാചകന്മാരെയും നിങ്ങൾ അക്കമിട്ട് നിരത്തി ആമേൻ ഇങ്ങനെ അങ്ങോട്ട് നിർത്തി നോക്ക്. പഴയ നിയമത്തിന്റെ തലക്കനം എന്ന പ്രവാചകൻ അത് ശമൂവേലാകട്ടെ, കൊട്ടാരത്തെ കിടുകിട പറപ്പിച്ച പ്രവാചകൻ അത് ഏലിയാവാകട്ടെ, യോർദാനെ വിഭാഗിച്ച് ഇക്കരെ കയറിയ പ്രവാചകൻ അത് ഏലിശയാകട്ടെ, പിന്നീട് ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന് നേരെ കരം ചൂണ്ടി സ്തോത്രം ശക്തിയേറിയ പ്രവചനങ്ങൾ പറഞ്ഞ യെശയ്യാവാകട്ടെ, യിരെമ്യാവാകട്ടെ, യെഹെസ്കേലാകട്ടെ, വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചും വരുവാനുള്ള പ്രഭുവിനെ കുറിച്ചും പ്രവചിച്ച് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച സംശയഛേദനം നടത്തിയ സ്തോത്രം ദാനിയേൽ പ്രവാചകനാകട്ടെ, പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഏത് പ്രവാചകന്മാരെക്കാളും ഉന്നതനായ പ്രവാചകൻ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് മൂന്നുമാ അവന്റെ മുൻപിൽ കൊണ്ട് കാഴ്ചവെച്ചത്. പൊന്ന്, മൂര്, കുന്തിരിക്കം. പൊന്നവന്റെ രാജ്യത്വം, മൂര് അവന്റെ പ്രവാചകത്വം, കുന്തിരിക്കം അവന്റെ പൗരോഹിത്യം. സ്തോത്രം. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു യേശുവിന്റെ ഓഫീസാണ് അവൻ രക്ഷിക്കുന്നു എന്നുള്ള ഓഫീസ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നിന്ന് സ്തുതിച്ചാട്ടെ. യേശു രക്ഷിക്കുന്നു എന്നുള്ള ആ കാര്യം, ഹല്ലേലൂയ. യേശു രക്ഷിക്കുന്നു. അതെ, യേശു എന്ത് രക്ഷയാണ് തരുന്നത്? യേശു തരുന്ന രക്ഷ ജോലി മൂലമുണ്ടാകുന്ന രക്ഷയല്ല, സാമ്പത്തികം മൂലമുണ്ടാകുന്ന രക്ഷയല്ല, ഒരു അപകടത്തിൽ നിന്നുണ്ടാകുന്ന രക്ഷയല്ല. ഒരുപക്ഷെ രക്ഷയ്ക്കകത്ത് അതൊക്കെ കാണും കേട്ടോ. ഞാൻ ഈ രക്ഷ സ്വറ്റീരിയ സോട്സോ എന്നൊക്കെ വിളിക്കുവാൻ കഴിയുന്ന, സാൽവേഷൻ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ആ പദത്തെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ 5 വിധ അർത്ഥങ്ങൾ ഈ വാക്കിനുണ്ട് കേട്ടോ. സാൽവേഷൻ എന്ന പദത്തിന് ഞാൻ ഡിക്ഷണറി മീനിങ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിക്ഷണറി അന്വേഷിച്ചോ, അത് വെബ്സ്റ്റേഴ്സ് ആകട്ടെ, അത് ഓക്സ്ഫോർഡ് ആകട്ടെ, അത് ഏത് ഡിക്ഷണറി ആയിക്കോ, ആമേൻ, അതിലെ ഈ സാൽവേഷൻ എന്ന പദം നിങ്ങൾ അന്വേഷിച്ചാൽ 5 വിധ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഡെലിവറൻസ് ഉണ്ട്. രണ്ടാമത്തെ മീനിങ് സേഫ്റ്റിയാണ്. മൂന്നാമത്തെ മീനിങ് പ്രിസർവേഷൻ ആണ്. നാലാമത്തെ മീനിങ് സെക്യൂരിറ്റി ആണ്. പ്രിയപ്പെട്ടവരെയും, യേശു ക്രിസ്തു മൂലം ലഭിക്കുന്ന രക്ഷയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. ഡെലിവറൻസ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പ്രിസർവേഷൻ ഉണ്ട്, ഹീലിംഗ് ഉണ്ട്. ഈ പറയുന്നതെല്ലാം ഈ രക്ഷയ്ക്കകത്തുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇതൊരു വമ്പൻ പാക്കേജാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി ജനം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത്. ശവപ്പെട്ടിയിൽ കിടത്തുമെന്നും ശവക്കല്ലറ കൊണ്ട് ഒതുങ്ങുമെന്നും ഇനി അടുത്തും ഒരു ന്യൂ ഇയർ കാണത്തില്ലെന്നും എത്രയോ ആളുകളെ നോക്കി ഇവിടെ ലോകം പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു അല്ലേ. ഇന്നും അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നവർ എത്ര പേരാ? ഒരുപക്ഷെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകളോട് ഈ മൈക്ക് തന്നിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ദൈവം നൽകിയ വിടുതലുകളെ കുറിച്ച് സാക്ഷ്യം പറയും, ദൈവം നൽകിയ സൗഖ്യത്തെ കുറിച്ച് സാക്ഷ്യം പറയും, ദൈവം നൽകിയ സെക്യൂരിറ്റിയെ കുറിച്ച് സാക്ഷ്യം പറയും, ദൈവം നൽകിയ സേഫ്റ്റിയെ കുറിച്ച് സാക്ഷ്യം പറയും. ഇതൊക്കെ രക്ഷയാൽ നമുക്ക് ലഭ്യമായതാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ നിന്ന് സ്തുതിച്ചാട്ടെ. എന്നാൽ ഇതിനൊക്കെ ഒത്തിരി അപ്പുറമാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട രക്ഷയെല്ലാം മരണത്തിന് ഇപ്പുറമുള്ളതാണ് കേട്ടോ. മനുഷ്യൻ ക്ഷണികനാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങൾ പാടുന്നത്, വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെ, പുലരുമ്പോൾ വിരിയുന്ന മലര് പോലെ മനുഷ്യ നിൻ ജീവിതം അത് ക്ഷണികം ക്ഷണികം ക്ഷണികം. നമ്മളാരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരുവേലകങ്ങളല്ല, നമ്മളാരും
മരിക്കാതെ ഇവിടെ തുടരുന്ന ചിരഞ്ജീവികളല്ല. ഒരിക്കൽ ഏവരും മരിക്കും, നിശ്ചയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ എന്നല്ല പറയുന്നത്. ഒരിക്കൽ സകല മനുഷ്യരും മരിച്ചേ പറ്റത്തുള്ളൂ. മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യരും മരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തുള്ളിൽ മൃത്യുയെല്ലും, വണ്ണം പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായമായ. ഇവിടുത്തെ സകല ആഡംബരങ്ങളും സൗകര്യങ്ങളും സൗഖ്യങ്ങളും ഇവിടെയുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും എല്ലാം 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 മരണം വരെയുള്ളൂ കേട്ടോ. മരണത്തിനപ്പുറത്ത് ആരെയും ഒന്നും പിന്തുടരാൻ പോകുന്നില്ല. അതാ ഇവിടുത്തെ പൗരാണിക ചിന്ത പറയുന്നത്. അർത്ഥ ഗ്രഹേ നിവർത്തന്തേ ശ്മശാനോ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവഗച്ഛന്തമനുഗച്ഛതി. ഇതൊക്കെ മരണം വരെയുള്ളൂ, കുഴിമാടം വരെയുള്ളൂ. പിന്നെ ശേഷം ചെയ്ത സുഹൃതങ്ങൾ ദുഷ്കൃതങ്ങൾ ഇതാണ് പിന്തുടരുന്നത്. എല്ലാം ഇവിടെ വരെയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വരെയുള്ളൂ. പിന്നെ ഒന്നിലും ദൈവം കുറയ്ക്കല്ല. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പക്ഷെ ഇതിനൊക്കെ മീതെയാണ് യേശു തരുന്ന ആത്യന്തിക രക്ഷ. ആ രക്ഷ ആത്മരക്ഷയാണ്. ഹല്ലേലൂയ. മനുഷ്യനിൽ ആസ്തിത്വമുള്ള ഒന്നാണ് ആത്മാവ്. മനുഷ്യന്റെ ദേഹം കുഴിമാടത്തിനകത്ത് ദ്രവിച്ചു തീരേണ്ടതാണ്. ആമേൻ. ഈ റോഡെ അല്പം അങ്ങോട്ട് പോയാൽ ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ പെന്തക്കോസ്ത് സഭകളുടെ ഈ സെമിത്തേരിയും സെല്ലാറുകളും ഒക്കെ കാണും കേട്ടോ. സ്തോത്രം. ഈ ശരീരം സെല്ലാറിനകത്ത്, ശവക്കല്ലറയ്ക്കകത്ത് ദ്രവിച്ചു തീരേണ്ടുന്നതാണ്. ഈ ദേഹത്തിന് നാശമുണ്ട്. പക്ഷേ കല്ലറയ്ക്കകത്ത് നാശം ഭവിക്കാത്ത, മരണത്തിനകത്ത് ദ്രവിച്ചു തീരാത്ത, മനുഷ്യനിൽ ആസ്തിത്വമുള്ള ഒന്നാണ് മനുഷ്യനിലെ ആത്മാവെന്ന് പറയുന്നത്. വെള്ളത്തിൽ ലയിക്കാത്ത, മണ്ണിൽ അലിഞ്ഞു ചേരാത്ത, തീ കൊണ്ട് കത്തിക്കാൻ കഴിയാത്ത, വാളുകൊണ്ട് മുറിച്ചു മാറ്റാൻ കഴിയാത്ത, മനുഷ്യനിലെ ആസ്തിത്വമുള്ള ഒന്നാണ് മനുഷ്യന്റെ ആത്മാവ്. യേശു തരുന്ന രക്ഷ ഈ ആത്മരക്ഷയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നിന്ന് സ്തുതിച്ചാട്ടെ. യേശു തരുന്ന രക്ഷ ഈ ആത്മരക്ഷയാണ്. ഹല്ലേലൂയ. മരണത്തിനെ അപ്പുറത്തെത്താൻ ആമേൻ കഴിയുന്ന ആത്മരക്ഷ. ആട്ടെ, ഈ ആത്മാവിന് രക്ഷ തരാൻ യേശുവിന് മാത്രം എന്താണ് സവിശേഷത എന്ന് ചോദിച്ചാൽ, മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ ഒരൊറ്റ ഒരുവൻ മാത്രമേ ഉലക ചരിത്രത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതാ ഞങ്ങൾ പാടുന്ന ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. മഹാന്മാരുടെ കല്ലറകളൊക്കെ ഇന്നും അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഒരൊറ്റ കല്ലറ പോലും തുറന്നു കിടപ്പില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് മരിച്ചിട്ട് അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു, യേശു ഉയർത്തെഴുന്നേറ്റതൊക്കെ കെട്ടുകഥയാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. യേശു കർത്താവ് സ്തോത്രം തമിഴ് ബ്രാഹ്മണനായിരുന്നെന്നും യേശു കാശ്മീരിൽ വന്നു മരിച്ചെന്നും ഒക്കെ ഈ അടുത്ത സമയത്ത് പാട്ടൊക്കെ ചിട്ടപ്പെടുത്തുന്ന ഒരാൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ കേട്ടു കാണും. സ്തോത്രം. ഹലോ, പിടികിട്ടിയില്ല, പേര് പറയുന്നൊന്നുമില്ല. സ്തോത്ര. തലമുടിയൊക്കെ പറ്റ വെട്ടി ചെറിയൊരു താടിയൊക്കെ ഉള്ള അല്പം നരയൊക്കെ ഉള്ള ഒരു പുള്ളി പറഞ്ഞായിരുന്നു യേശു തമിഴ് ബ്രാഹ്മണനായിരുന്നെന്ന്. ചിലർ ചോദിച്ചു എങ്ങനെ മനസ്സിലായെന്ന്. പുള്ളി പറഞ്ഞു യൂട്യൂബിൽ നിന്ന് മനസ്സിലായെന്ന്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് യൂട്യൂബ് ഒന്നും വേണ്ട. യൂട്യൂബൊക്കെ നല്ലത് തന്നെയാണ്. ചിലപ്പോൾ ഈ പ്രസംഗം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലേക്ക് ഇത് ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. സ്തോത്ര. യൂട്യൂബ് പാതി മണ്ടത്തരങ്ങളും കുറച്ച് വിജ്ഞാനപ്രദമായ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്റർടൈൻമെന്റ് സംഭവമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് ഞാൻ കണ്ടായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാം ദൈവവാക്യം പോലെ കൊണ്ട് നടക്കരുതെന്ന്. കാരണം ഇതിൽ ശുദ്ധ മണ്ടത്തരം കാണും, ചിലപ്പോൾ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടും. ഇപ്പം നമ്മുടെ ചില ആളുകൾ അന്യഭാഷയുടെ അർത്ഥം വരെ ഗൂഗിളിലാണ് തിരക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻഫർമേറ്റീവ് ആണ് കാര്യങ്ങൾ. അപ്പൊ പുള്ളി പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന്. അത് കൈവച്ചോ. യേശു കർത്താവ് ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം കെട്ടുകഥയല്ല. യേശു വളർന്ന സ്ഥലം കെട്ടുകഥയല്ല. യേശു ജീവിച്ച സ്ഥലം കെട്ടുകഥയല്ല. യേശുവിന്റെ കാലത്ത് ജീവിച്ചവരാരും കെട്ടുകഥയല്ലായിരുന്നു. അവരെല്ലാം ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചവരാ. യേശുവിനെ അടിച്ച ഗബഥ, യേശു ക്രൂശിക്കപ്പെട്ട ഗോൽഗോഥ, യേശുവിനെ അടക്കം ചെയ്യപ്പെട്ട കല്ലറ കെട്ടുകഥയല്ല സുഹൃത്തേ. ഇന്നും പോയാൽ കാണാം. ഇത് സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ പുനരുത്ഥാനം പൗലോസ് 1 ലേഖനം 15 അധ്യായത്തില് ഒരു തികഞ്ഞ താർക്കികനെ പോലെയാണ്
തെളിയിച്ചിരിക്കുന്നത്. ആർക്കും ഉത്തരം പറയാൻ, തിരിച്ചും മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ തികഞ്ഞ താർക്കികനെ പോലെ പൗലോസ് ആ കാര്യം തെളിയിച്ചിരിക്കുക. പൗലോസ് 1, 2, 3, 4 എന്ന ക്രമത്തിൽ ആ കാര്യങ്ങൾ പറയുക. 15-ാം അധ്യായം നമ്മുടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ സ്തോത്രം, കേഫാവിന് പ്രത്യക്ഷനായി, പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി, പിന്നെ സ്തോത്രം 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. എന്നിട്ട് പറയുക, അവരിൽ മിക്ക പേരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സംശയമുണ്ടോ? നീ ജീവനോടെ ഇരിക്കുന്നവരോട് ചോദിച്ചിട്ട് അവര് കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുക, അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ എന്ന് പറഞ്ഞാൽ അൺടൈംലി ബോൺ എന്നാണ്. അതായത് ഡോക്ടർ പറഞ്ഞ ഡ്യൂ ഡേറ്റിൽ ജനിക്കാതെ പിന്നീട് ജനിച്ച ശിശുവിനെ വിളിക്കുന്ന പേരാണ് അകാലപ്രജ, അൺടൈംലി ബോൺ. പൗലോസ് പറയുക, ഞാൻ അന്നുണ്ടായിരുന്നെങ്കിൽ 12 പേരുടെ കൂട്ടത്തിൽ വരണമായിരുന്നു, പക്ഷെ ഞാൻ അന്ന് ജനിച്ചില്ല, പിന്നീടാ ജനിക്കാൻ പറ്റി. അതുകൊണ്ട് പുള്ളി തന്നെ പറയുക, ഞാൻ അകാലപ്രജയാ. ആർക്ക് നിഷേധിക്കാൻ കഴിയും? എന്നിട്ട് പൗലോസ് പറയുക, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? പൗലോസ് അതങ്ങ് തെളിയിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിനപ്പുറത്ത് ലഭ്യമാകുന്ന നിത്യതയുടെ ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ഏക വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയ. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ. ആ വാക്ക് ഒന്നുകൂടെ പറഞ്ഞേക്കണേ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ. അപ്പൊ ദൈവത്തോട് അടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു. അവിടെ ഒരു മിക്സർ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു മൈക്കും ഉണ്ട്. വേവ്സിന്റെ നല്ല സുന്ദര സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ മിക്സറും ഈ മൈക്കുമായിട്ട് കണക്ട് ആകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അതാണ് ഈ കേബിൾ. ഇതേപോലെ ഉയരത്തിലിരിക്കുന്ന വിശുദ്ധനായ ദൈവവും താഴെയുള്ള പാപിയായ മനുഷ്യനും തമ്മിൽ കണക്ട് ആകാൻ ഈ ലോകത്തിൽ ഒരു മാർഗമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവാണ്. അതാണ് പറയുന്നത്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ. എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്യവുമായി ഞാൻ അതിനെ കണക്ട് ചെയ്യുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥ, അതൊരു പ്രാവചനിക സ്വഭാവത്തിലുള്ളതാണെങ്കിൽ എൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തെ ഞാനങ്ങ് പറയുകയാണ്. സ്വർഗത്തിലുള്ളത് ആരെ? നമ്മുടെ ദൈവം. ഭൂമിയിലുള്ളത് ആരെ? പാപിയായ മനുഷ്യൻ. ഈ പാപിയായ മനുഷ്യനെയും വിശുദ്ധനായ ദൈവത്തെയും ഒന്നാക്കിയ നിരപ്പിച്ച ഇടം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിരപ്പിച്ച ഇടം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതല്ലാതെ ദൈവവുമായി നിരക്കാൻ മനുഷ്യന് വേറൊരു മാർഗമില്ല. അർപ്പണം, തർപ്പണം, ജപങ്ങൾ, തപങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, ഇതൊന്നും മനുഷ്യനെ രക്ഷിക്കുകയല്ല. ഇതെല്ലാം മനുഷ്യന്റെ മുമ്പിൽ അടഞ്ഞ അധ്യായമായി അവസാനിച്ചപ്പോൾ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒന്നാക്കിയ നിരപ്പിച്ച ഇടം യേശുവിന്റെ കുരിശാണ്. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. യേശു, കർത്താവായ യേശുവിന് യേശു എന്ന നാമം മാത്രമല്ല നൽകിയിട്ടുള്ളത് കേട്ടോ, വേറെ പല നാമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ള നാമം ദൈവം എന്ന നാമം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ, യേശുക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ, യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിക്കെതിരെ കാലാകാലങ്ങളായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ, സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ പേര് പറയാൻ കഴിയത്തക്ക വിധത്തിലുള്ള വിഭാഗങ്ങൾ തന്നെയുണ്ട്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ, വിശേഷിച്ച് റസൽ മതക്കാർ ഉൾപ്പെടെയുള്ള ആ വിഭാഗം. സ്തോത്രം. അവർ പറയുന്നത് യേശു മനുഷ്യനേക്കാൾ കൂടിയവനുമല്ല, മനുഷ്യനേക്കാൾ കുറഞ്ഞവനുമല്ല. അത് വളഞ്ഞുകെട്ടി പറഞ്ഞതാണ്. മനുഷ്യനേക്കാൾ കൂടിയവനുമല്ല, മനുഷ്യനേക്കാൾ കുറഞ്ഞവനുമല്ല. അപ്പൊ പിന്നെ എന്താന്ന് പറഞ്ഞേ? യേശു മനുഷ്യനാണ്. ഇതാണ് അവർ പറയുന്നത്. ഇതാണ് റസൽ മതം.
യേശു മനുഷ്യനാണ്. സ്തോത്രം. ഇതുപോലെ പറയുന്ന മറ്റു പല ആളുകളുണ്ട്. സ്തോത്രം. ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പല വിഭാഗങ്ങൾ തന്നെയുണ്ട്. എല്ലാം വിശദീകരിക്കുന്നില്ല. യേശു ദൈവമാണോ? ബൈബിൾ കൃത്യമായി അതിന് സംശയഛേദനം വരുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഒറ്റ വായനയ്ക്കകത്ത് ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയെങ്കിൽ ഞങ്ങളുടെ കുറ്റമല്ല. ബൈബിൾ അത് സ്ഥാപിച്ചു പറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് സാക്ഷാൽ ദൈവമാണ്. എന്നാ പാസ്റ്റർ തെളിവ് പറയാം. പൗലോസിന്റെ ലേഖനങ്ങളും യോഹന്നാന്റെ ലേഖനങ്ങളും യോഹന്നാന്റെ സുവിശേഷവും ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം കൃത്യമായി യോഹന്നാന്റെ ക്രിസ്റ്റോളജിയിലും പൗലോസിന്റെ ക്രിസ്റ്റോളജിയിലും വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം വരണം. പൗലോസിന്റെ ക്രിസ്റ്റോളജി എന്താണ്? 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിനെ കുറിച്ച് 6 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ 1-ാമത്തെ കാര്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. 4, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. 5, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. 6, തേജസ്സിലെടുക്കപ്പെട്ടു. അതിന്റെ ബാക്കി എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. എല്ലാരും കൂടെ ആ വാക്കെന്ന് പറഞ്ഞാട്ടെ. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകും. എനിക്കറിയാം ഈ ഇരിക്കുന്ന മുഴുവൻ സദസ്സും വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശത്തെ വീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ഇമ വെട്ടാതെ ഈ സന്ദേശത്തെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ വായൊന്ന് തുറക്കുന്നതും ഈ വചനമൊക്കെ ഒന്ന് പറയുന്നതുമൊക്കെ വളരെ നല്ലതാണ്. നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡറിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷനെ കുറിച്ചല്ല പറയുന്നത്. നമ്മളൊരു വിപ്ലവാചാര്യനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ സകല ഭൂമിയുടെയും ആരാധ്യ പുരുഷനായ, സ്വർഗത്തിന്റെ ആരാധ്യ പുരുഷനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറുക്കപ്പെട്ടവനായി കണ്ടപ്പോഴാണ് 24 മൂപ്പന്മാരും ജീവികളും കിരീടങ്ങളെ താടിയിട്ട് സിംഹാസനത്തിൽ താടി ഇറങ്ങി അവന്റെ മുൻപിൽ വീണിട്ട് പറഞ്ഞില്ലേ, സ്തോത്രം, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിലും സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശങ്ങളിലുമുള്ളവരെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി നമ്മൾ പാട്ടാക്കി. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ നമ്മുടെ മുന്നിൽ ചുരുൾ നിവർന്നു വരുന്നത് പോലെ വരുമ്പോൾ, കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ തിരുവെഴുത്തുകളിൽ നിന്ന് തെളിയിച്ചു വരുമ്പോൾ, ഇന്ന് രാത്രി സകല മനുഷ്യരും ഒരുപോലെ 24 മൂപ്പന്മാരും ജീവികളും വീഴുന്നത് പോലെ അവന്റെ മുൻപിൽ വീണിട്ട്, ആരാധനയ്ക്ക് യോഗ്യനായവനെ, അറുക്കപ്പെട്ടവനായവനെ, ബഹുമാനത്തിന് യോഗ്യനായവനെ, സ്തുതിക്ക് യോഗ്യനായവനെ, ഇന്ന് രാത്രി ആയുസ്സിന്റെ പൂർണ്ണതയിൽ ആരാധിക്കേണ്ടതുണ്ട്. ശബ്ദമുയർത്തിയാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഇത് ദൈവഭക്തിയുടെ മർമ്മമാണ്. ഈ മർമ്മം സമ്മതമാമണ്ണം വലിയതാണ്. ഹല്ലേലൂയ. അവിടെ നോക്കിക്കേ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളം ബൈബിളിലാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. പാസ്റ്റർ ഉപയോഗിക്കുന്ന ബൈബിൾ ബൈലിംഗൽ ബൈബിളാണ്. അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇത് മലയാളം പറഞ്ഞതാ. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ പറയുക ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു. ആരാണ് യേശു കർത്താവ്? ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തതാ. ആരാണ് യേശു കർത്താവ്? ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തതാണ് യേശു. ഹല്ലേലൂയ. നിങ്ങൾ പലരും മിണ്ടുന്നില്ല. ആവർത്തിക്കുകയാണ്. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ദൈവം ജഡത്തിൽ. ഞാനൊരു പുതിയ സ്റ്റോറി ഒന്നും അല്ല പറയുന്നത്, അങ്ങനെയല്ല പാസ്റ്റർ എഴുതിയേക്കുന്നത്. ആമേൻ, സ്തോത്രം. ദൈവം ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇത് പാടുന്നുണ്ട്. മഹാകവി KB സൈമൺ സാറിന്റെ വളരെ സുന്ദരമായ ഒരു പഴയ ഗാനമുണ്ട്. അതിനകത്ത്
യേശു ക്രിസ്തുവിനെ ദൈവം എന്നുള്ള നിലയിൽ സാറങ്ങ് സ്ഥാപിച്ചിരിക്കുകയാണ്. സ്തോത്രം. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാ കിടപ്പു കണ്ടു ഞാൻ നാമിക്കുന്നേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നാമിക്കുന്നേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ആരായത്? ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവൻ. അവിടെ മനസ്സിലാകത്തില്ല. അടുത്ത വാക്ക്, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാൻ കിടപ്പ് കണ്ടു ഞാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ ഹോളി ക്രോസിലോ മരിയയിലോ പിന്നെ ഇവിടുത്തെ ആശുപത്രികൾ ഏതാ? സ്തോത്രം. കൊട്ടാരക്കര വിജയാസിലോ അങ്ങ് മൗണ്ട് സയോണിലോ ഇവിടെയൊക്കെ ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കേവല ശിശു അല്ലെന്ന് കീറ്റുശീലയിൽ കിടക്കുന്നവൻ അവൻ ആരാ? പട്ടിനുള്ള മൂലവസ്തുവിനെ സൃഷ്ടി ചെയ്ത ദൈവം. അതാണ് നമ്മുടെ വിശ്വാസം. രാമൻ പറഞ്ഞാട്ടെ. ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ പറയുന്നുണ്ട്. ദൈവ കരുണയും ധനമാഹാത്മ്യം പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയം ഇങ്ങനെ അങ്ങ് പോവുക, സന്ദേശം പിന്നെയും ബാക്കി കിടക്കുക. ദൈവ കരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ, ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ, ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. കർത്താവായ യേശുക്രിസ്തു ഭുവനമൊന്നാകെ ചമച്ചവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു സൃഷ്ടിയല്ല, അവൻ സൃഷ്ടി കർത്താവാണ്. ആരോ പറഞ്ഞു യേശു സൃഷ്ടിയാണെന്ന്. അല്ല സുഹൃത്തേ, യേശു സൃഷ്ടി കർത്താവാണ്. അവൻ മുഖാന്തര സകലം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്. വിശ്വസിക്കുന്നവർ, മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്. ഹല്ലേലൂയ. ഇത് തെളിയിക്കുന്ന രീതിയാണ് പൗലോസിന്റെ കൊലോസ്യ ലേഖന ഭാഷ്യം. അതിലെ 1-ാം അധ്യായം 15, 16, 17, 18, 19 ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ യേശു കർത്താവിന്റെ ആ സൃഷ്ടിയുടെ സ്തോത്രം, ആ പ്രവൃത്തിയെ പൗലോസ് അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് 4 മണ്ഡലങ്ങളിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനാണെന്ന് പൗലോസ് സ്ഥാപിക്കുക. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സർവ സൃഷ്ടിക്കും ആദ്യജാതനും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. എല്ലാവരും കൂടെ പറഞ്ഞാട്ടെ, യേശുവാരാണ് അദൃശ്യനായ. ഒന്നിച്ച് പറഞ്ഞാട്ടെ, യേശുവാര് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അപ്പൊ പൗലോസിന്റെ ക്രിസ്തുശാസ്ത്രത്തെ തലമുടി നാരിയുടെ കീറി മുറിച്ച് നമ്മൾ വിശകലനം ചെയ്താൽ ദൈവത്തെ കാണണോ, യേശുവിനെ നോക്കുന്ന? ദൈവത്തെ കാണണോ, യേശുവിനെ നോക്ക്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. തീർന്നില്ല. 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഏകരൂപമായി വസിക്കുന്നത്. ഹല്ലേലൂയ.
യേശുവിലാണ് ദൈവത്വം കുടികൊള്ളുന്നത്. എബ്രായ ലേഖനം തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര. യോഹന്നാന്റെ സുവിശേഷം എന്നെ കണ്ടവൻ. അപ്പൊ ദൈവത്തെ കാണണോ? യേശുവിനെ നോക്ക്. ഹല്ലേലൂയ. ഇതാ ഞങ്ങൾ ഉറക്കെ പറയുന്നേ. ഞങ്ങൾക്ക് പറയാൻ വേറൊരു വ്യക്തിത്വം ഇല്ല. കണ്ടില്ല, ഇവിടെ എല്ലാ സഭാ സമൂഹങ്ങളിലുമുള്ള കർത്തൃദാസന്മാരുണ്ട്. ഇത് ഏജിയുടെ കൺവെൻഷനാണ്. പക്ഷേ IPCയുടെ സോണൽ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഷാരോന്റെ സെഷൻ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. IPCയുടെ കൗൺസിൽ മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ചർച്ച് ഓഫ് ഗോഡിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ സമൂഹങ്ങളിലും പെട്ട കർത്തൃദാസന്മാർ ഇവിടെ ഇരിക്കുക. ഞങ്ങൾക്ക് ഒറ്റ ദൗത്യമേ ഉള്ളൂ. ആ ദൗത്യം ദൈവമായ യേശുവിനെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. തുവിയൂർ AD ചർച്ച് പണമൊത്തിരി ബാങ്കിലുള്ളത് കൊണ്ട് ഈ യോഗം നടത്തുകയല്ല. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു മ്യൂസിക് ടീമിനെ വിളിച്ച് നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല പന്തലൊക്കെ ഇട്ട്, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഒന്നാം ദിവസം തന്നെ ഈ ഗ്രൗണ്ട് നിറഞ്ഞെങ്കിൽ നാളെയൊക്കെ എന്തുമായിരിക്കും ഞാൻ അങ്ങ് ചിന്തിക്കുക. സ്തോത്രം. നല്ല സംഘാടനമാണ്. അതുകൊണ്ടാണ് സ്തോത്രം ഈ വിധത്തിൽ ആൾ വരുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ പണമുള്ളത് കൊണ്ടല്ല ഈ യോഗം നടക്കുന്നത്. റെജിപ്പാസക്കും നാളെ വരാനിരിക്കുന്ന ദൈവദാസന്മാർക്കും സ്തോത്രം പ്രസംഗിക്കാൻ വേദിയില്ലാത്തത് കൊണ്ട് ഒരു വേദി ഷാബു ജോൺ ബാസ് ഒരുക്കി കൊടുത്തതല്ല ഈ കൺവെൻഷൻ. സുനിൽ സോളമൻ ബാസക്കും ടീമിനും പാടാൻ വേദിയില്ലാഞ്ഞിട്ട് ഒരു വേദി കൊടുത്തതല്ല. ഈ വേദിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന ലോകൈക രക്ഷകനെ മറകൂടാതെ വരച്ചു കാട്ടുക എന്നുള്ളതാണ്. അതിനാണ് ഈ യോഗം ഇവിടെ നടക്കുന്നത്. ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന കൃപയിൽ നിന്നുകൊണ്ട്, എന്റെ പ്രാപ്തിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യുകയാണ്. യേശു എന്ന രക്ഷകൻ, അവൻ സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവത്വം ഒഴിച്ചു വച്ചിട്ട് മനുഷ്യനായി ഇറങ്ങി വന്നവനാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. സൃഷ്ടിയാണ് ബാക്കി പറയും. 4 മണ്ഡലങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് തുറക്കണം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാം ആയി. അതിൽ കോളും എടുക്കാം, ഫേസ്ബുക്കും നോക്കാം, വാട്സാപ്പും എടുക്കാം, പിന്നെ ബൈബിളും നോക്കാം. സ്തോത്രം, നല്ലതാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ മൊബൈലിൽ ഇൻ്റർനെറ്റൊക്കെ ഓണാക്കി വെച്ചിട്ട് ബൈബിൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റെജി ശാസ്താംകോട്ട ലൈവ് എന്ന് വന്നാൽ നമ്മൾ ഒറ്റ കുത്തുകുത്ത് നേരെ സാധനം ഫേസ്ബുക്കിൽ പോകും. പിന്നെ 1 മിനിറ്റ് അതൊന്ന് കണ്ടിട്ട് പിന്നെ ലൈക്കായി, കമൻ്റായി, പിന്നെ അടുത്ത വീഡിയോ ആയി, അടുത്ത പോസ്റ്റായി, നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് പോസ്റ്റ് ഇടുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ബൈബിൾ തന്നെയാണ് നല്ലത്. ഇതൊന്ന് തുറന്ന് നോക്കുന്നതൊക്കെ നല്ലതാണ്. അതിനാണ് നമ്മളിത് കൊണ്ടുവന്നത്. അല്ലാതെ യോഗത്തിന് വന്നപ്പോൾ ഇരിക്കട്ടെന്നോർത്ത് കൊണ്ടുവന്നല്ല ബൈബിൾ. സ്തോത്രം. ഇത് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നോക്കേണ്ട കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനും. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമത്തെ മണ്ഡലം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. 2-ാമത്തെ മണ്ഡലം ദൃശ്യമായതും അദൃശ്യമായതും. 3-ാമത്തെ മണ്ഡലം സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ. 4-ാമത്തെ മണ്ഡലം വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശുവിനെ ആരോ സൃഷ്ടിച്ചതല്ല, അവൻ മുഖാന്തരമാണല്ല സൃഷ്ടിക്കപ്പെട്ടത്. ഈ 4 മണ്ഡലം, ഇതിലേതാ പ്രിയരെ ഒഴിവാക്കേണ്ടത്? ഒന്നുകൂടെ പറഞ്ഞോ, ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. സദസ് മുഴുവൻ ഉച്ചത്തിൽ വാക്യം ഒന്ന് വായിച്ച്. 1-ാം മണ്ഡലം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളത്. 2-ാം മണ്ഡലം ദൃശ്യമായതും അദൃശ്യമായതും. 3-ാം മണ്ഡലം സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ. 4-ാം മണ്ഡലം വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ. അടുത്ത വായിച്ചോ. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. ഞാൻ പ്രസംഗിക്കുന്ന യേശു 2000 വർഷത്തിനു മുമ്പ് ഉണ്ടായ കേവല ഒരു ചരിത്ര പുരുഷനും വിപ്ലവാചാര്യനുമല്ല. അവൻ സർവത്തിനു മുൻപേ ഉള്ളവൻ. ഹല്ലേലൂയ. മനുഷ്യ, നിന്റെ രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല. അതുകൊണ്ട് സർവത്തിനു മുൻപേ ഉള്ളവൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്വയം സ്ഥിരനായവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ഇറങ്ങി വന്നു. ഇതാണ് പൗലോസിന്റെ ക്രിസ്തുശാസ്ത്രം. ദൈവം ജഡത്തിൽ ഇറങ്ങി വന്നു. ഇനിയും യോഹന്നാനിലേക്കൊന്ന് പോകണം ഈ ഭാഗം തെളിയിക്കാൻ. 1-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിച്ചാൽ കാര്യം ക്ലിയറാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു,
വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. 3 കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിന്റെ നിത്യത്വം, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനത്തിന്റെ വ്യക്തിത്വം, വചനം ദൈവമായിരുന്നു, വചനത്തിന്റെ ദൈവത്വം, നിത്യത്വമുള്ള വ്യക്തിത്വമുള്ള ദൈവത്വമുള്ള വചനം ജഡമായി. അതാണ് 14-ാമത്തെ വാക്യം. അപ്പം നിത്യത്വമുള്ള വ്യക്തിത്വമുള്ള ദൈവത്വമുള്ള വചനം ജഡമായെങ്കിൽ ആ ജഡമായവനാണ് കർത്താവായ യേശു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവത്വം യോഹന്നാൻ അങ്ങ് സ്ഥാപിച്ചിരിക്കുക. 18-ാം വാക്യത്തിലെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, ദൈവത്തെ സ്വന്തം പിതാവെന്ന് വിളിച്ച് തന്നെത്താൻ ദൈവത്തോടെ സമനാക്കിയെന്ന്. സ്തോത്രം. ഈക്വലാക്കി, ദൈവത്തോട് ഈക്വലാക്കി. അപ്പൊ യേശു ആര്? ദൈവത്തോട് സമൻ, ഈക്വൽ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈക്വലാണ്, ദൈവത്തോട് ഈക്വലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് മാത്രമല്ല, 19-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം, ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താനും ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുമാർ വരം നൽകി എന്നാണ് അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പിതാവ് എന്താണ് ചെയ്യുന്നത് അത് തന്നെ പുത്രന് ചെയ്യുന്നു. അപ്പൊ യേശു ആരാണ്? ദൈവം ജഡം ധരിച്ചതാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനം എല്ലാറ്റിൻ്റെയും മീതെ, സ്തോത്രം, കൃത്യമായ ഒരു ആണിക്കല്ല് പോലെ തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, സ്തോത്രം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു, യേശുവാരെ മഹാദൈവം. അപ്പൊ യേശു എന്ന നാമം, അപ്പോൾ തന്നെ അവിടുത്തേക്ക് ദൈവം എന്ന നാമമുണ്ട്, അപ്പോൾ തന്നെ അവിടുത്തേക്ക് കർത്താവ് എന്ന നാമമുണ്ട്. എല്ലാവരും കൂടെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാട്ടെ, കർത്താവ്. ഈ കർത്താവ് എന്ന വാക്ക് നമ്മൾ ശരിക്കും അതിനെ പഠിച്ചാൽ കുരിയോസ്, കുരിയാക്കോൺ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അർത്ഥം യജമാനൻ, ഉടമസ്ഥൻ, ഭരിക്കുന്നവൻ എന്നൊക്കെയാണ്. യജമാനൻ, ഉടമസ്ഥൻ, ഭരിക്കുന്നവൻ. അപ്പൊ യേശു കർത്താവാണെങ്കിൽ കർത്താവിന് അധികാരമുണ്ട്. എല്ലാ മേഖലയിലുമുള്ള സകലത്തിന്റെ മേലും അധികാരം. ഹല്ലേലൂയ. ആമേൻ. വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, ഉയരത്തിലുള്ളതാകട്ടെ, ആഴത്തിലുള്ളതാകട്ടെ, സകലത്തിനും മീതെ കർത്തൃത്വമുള്ളവനായി സർവവും കാൽക്കീഴയാക്കി അവനെ സർവത്തിനും മീതെ കർത്താവാക്കി. എല്ലാറ്റിൻ്റെയും മീതെ അധികാരമുള്ളവനായി, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായി, എല്ലാറ്റിൻ്റെയും യജമാനനായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഇരുത്തിയിരിക്കുന്നുവെന്ന് എഫേസ്യ ലേഖനം പറയുന്നു. അവനിലാണ് അധികാരം. ഇവിടെയാണ് നമ്മൾ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുന്നതിൻ്റെ അർത്ഥം. കേട്ടോണേ, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുമെന്ന്. അവിടെ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക എന്ന് പറഞ്ഞാലേ യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുക എന്നാണ്. ഹലോ, യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുക. താൻ പാതി ദൈവം പാതി അല്ല ക്രിസ്തീയ ജീവിതം. ദൈവമാണ് സകലതും. ഹല്ലേലൂയ. നമ്മൾ പാടുമ്പോൾ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ്റെ പിതാവേ എന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ താൻ പാതി ദൈവം പാതിയാണ്. ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യും, ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ട് നീ ചെയ്തോ, ഇതാണ് ചിലരുടെ ഒരു ലൈന്. പക്ഷേ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ടോട്ടലി സമർപ്പിതമാണ്. അത് കുശവനും കളിമണ്ണും പോലെയാണ്. കുശവന് കളിമണ്ണിന്റെ മേൽ പരമാധികാരവും, കളിമണ്ണിന് കുശവന്റെ മുൻപിൽ വിധേയത്വമാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന്റെ പരമാധികാരം, കളിമണ്ണിന്റെ വിധേയത്വം. ഇതാണ് ക്രിസ്തീയ ജീവിതം. എന്നെ ഭരിച്ചോണം, അങ്ങാണ് എൻ്റെ ഉടമസ്ഥൻ, അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങനെ ഭരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ഭരിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം, ചിലയിടത്ത് പോകാൻ വിലക്കും, ചിലയിടത്ത് പോകാൻ സമ്മതിക്കാതിരിക്കലും, ചിലയിടത്ത് പോകാൻ അനുവാദവും, ചിലയിടത്ത് പോകാൻ നിർബന്ധവും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ കർത്താവിന്റെ അധികാരത്തെയും ദൈവശബ്ദത്തെയും അംഗീകരിക്കുന്നവൻ ആരോ അവനാണ് റിയലായിട്ടുള്ള ക്രിസ്ത്യാനി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. കർത്താവെ പ്രസംഗിക്കാനല്ലേ പോയത്, സുവിശേഷം പറയാനല്ലേ പോയെ, എന്തിനാ വിലക്കുന്നേ? വിലക്കും. നീ കർത്താവിൻ്റെ അധികാരത്തിന് വിധേയപ്പെടുന്നുണ്ടോ? എന്നാ വിലക്കും.
അതെന്നാ കാര്യം പറയാം. പൗലോസേ, നിങ്ങൾ ആസിയയിൽ പോകുന്നത് ഒരു പരസ്യയോഗം നടത്തിയിട്ട് പോരാനല്ല, നിങ്ങൾ ആസിയയിൽ പോകുന്നത് ഒരു കൺവെൻഷൻ നടത്തി പോരാനല്ല, ഒരു ബൈബിൾ സ്റ്റഡിക്ക് സെമിനാറിനും കോൺഫറൻസിനുമല്ല. നിങ്ങൾ ആസിയയിൽ പാദം വെക്കുന്നുണ്ടെങ്കിൽ അർത്തമീസിന്റെ അടിത്തറ ഇളക്കി ആ നാടിനെ സുവിശേഷം കൊണ്ട് ഉഴുതുമറിക്കാനാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അമ്മേ, അങ്ങനെ ഒരുവൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. അതിന് ഒരു ആമേൻ പറ. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ ഒരു റിസൾട്ട് ഉണ്ട്. ഞാൻ പറയാം, ദൈവത്തിന്റെ പുസ്തകത്തിൽ എപ്പോ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രൂപരേഖയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ഒന്നും 1 മിനിറ്റ് മുൻപും 1 മിനിറ്റ് പിൻപും ആകുകയല്ല, അത് കൃത്യസമയത്തായിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ മറിയ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞു തീർന്നുപോയി. യേശു തിരിഞ്ഞു ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ, ഞാൻ ചിന്തിക്കുന്ന ഒരു 20 മിനിറ്റ് അല്ലേ, നമ്മളൊരു പന്തി ഇരുന്നു, അടുത്ത പന്തി ആ പന്തി എഴുന്നേറ്റ് അടുത്ത പന്തി ഇരിക്കണമെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എടുത്തു. അതിനുള്ളിൽ വീഞ്ഞുണ്ടായേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ഒരു സാമാന്യ ചിന്ത ഞാനങ്ങ് പറയാം, വീഞ്ഞുണ്ടായേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശു പറയും, എൻ്റെ നാഴിക ഇതുവരെ 1 മിനിറ്റ് മുമ്പും വരത്തില്ല, 1 മിനിറ്റ് പിൻപും വരത്തില്ല. അതുകൊണ്ട് സമയം തെറ്റുകയില്ലെന്ന് ഹബക്കൂക്ക് പറയുന്നത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ചിലതിൻ്റെയൊക്കെ മറുപടി കാണാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാൻ കഴിയാതെ കുഴഞ്ഞ് ചിന്നിയവരെ പോലെ ആകുലപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് പ്രവചനാത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സമയം ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുക. ആ സമയം വന്നാൽ അതിനെ തടുക്കാൻ ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല, ഒരാഭിചാരകനും കഴിയത്തില്ല, ഒരു ദുർഭൂത ശക്തികൾക്കും കഴിയത്തില്ല, ഒരു നേർച്ച കാഴ്ചകൾക്കും കഴിയത്തില്ല, ഒരു കുടിയിരിപ്പുകൾക്കും കഴിയത്തില്ല, ഒരു വെച്ചാരാധനയ്ക്കും കഴിയത്തില്ല, ഒരു വെല്ലുവിളികൾക്കും കഴിയത്തില്ല, ഒരാപവാദ കാഥകൾക്കും കഴിയത്തില്ല. നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ പദ്ധതിയുടെ സമയത്ത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നീ പുറത്തു വരും. ഇന്ന് രാത്രി വിശ്വസിക്കുക, എനിക്ക് വേണ്ടി ദൈവഹൃദയം ഒരുക്കി വെച്ച സമയം വന്നിട്ടില്ല. ഗ്ലോറി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. വയസ്സ് 28 കഴിഞ്ഞു, ഇതുവരെ വിവാഹം നടന്നില്ല. എന്തേ ദൈവമേ, ഏതു പാപം ചെയ്തിട്ടാ കുഞ്ഞിന്റെ വിവാഹം നടക്കാത്തത്? ഒരു വീടെന്ന സ്വപ്നം, ഒരു ജോലി എന്ന ആഗ്രഹം, ഒരു കുഞ്ഞെന്ന സ്വപ്നം, എന്ത് പാപം ചെയ്തിട്ടാ കർത്താവേ ഇതൊന്നും വെളിപ്പെടാത്തത്? പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് ദൈവം കുറിച്ചു വെച്ച സമയം വന്നിട്ടില്ല. ആമേൻ. സക്കറിയാവ്, എലിസബത്തെ, നിങ്ങൾ വിശുദ്ധിയോടെ നിൽക്കുന്നവരാ. അക്കാലത്തുള്ള സകല പുരോഹിതന്മാരെക്കാളും നിങ്ങൾ വിശുദ്ധരാ. പക്ഷെ നിന്റെ വീട്ടിൽ ജനിക്കാനിരിക്കുന്ന ശിശു കേവല ശിശുവല്ല. ഒഫ്നിയെ പോലെ, ഫിനെഹാസിനെ പോലെ പുരോഹിത പുത്രനല്ല നിന്റെ വീട്ടിൽ ജനിക്കാൻ പോകുന്നത്. മക്കത്തായ പൗരോഹിത്യം ചുമക്കുന്നവനുമല്ല. നിന്റെ വീട്ടിൽ ജനിക്കുന്നവൻ ഒരു പ്രവാചകനാണ്. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കുന്ന, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് തിരിക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ജനിക്കണമെങ്കിൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ സമയമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസമയത്തിന് കാത്തിരിക്കുന്നവൻ ഇന്ന് രാത്രി നിരാശ ഉണ്ടാകുകയാണ്. ഈ രാത്രി വായി തുറന്ന് പറ, നിന്റെ സമയത്തിന് ഞാൻ കാത്തിരുന്നോളാമെന്ന്. വെളിപ്പാടുണ്ടായിട്ടും പ്രാപ്തി ഉണ്ടായിട്ടും പ്രസംഗിക്കാനുള്ള അറിവുണ്ടായിട്ടും പ്രവചനമുണ്ടായിട്ടും ദൂതുണ്ടായിട്ടും ഒരു പരിധിക്കപ്പുറത്തേക്ക് മിനിസ്ട്രിയിൽ പോകാൻ കഴിയാതെ, ഒരു പരിധിക്കപ്പുറത്ത് വചനം ശുശ്രൂഷിക്കാൻ കഴിയാതെ, ഒരു പരിധിക്കപ്പുറത്ത് യാത്ര ചെയ്യുവാൻ കഴിയാതെ ശുശ്രൂഷ ജീവിതം ഒതുക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ആമേൻ ചിന്തിച്ചിട്ട് ഇനിയും ഒരു മിനിസ്ട്രി ഇല്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ നോക്കി പ്രവചനാത്മാവിൽ ദൂത് പറയുക, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. ആ സമയം വരുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി വായി തുറന്ന് പറ, അങ്ങയുടെ പരമാധികാരത്തിന് ഞാൻ വിധേയപ്പെടുകയാണ്. നിന്റെ കർത്തൃത്വത്തിന് ഞാൻ വിധേയപ്പെടുന്നു. പിറവിക്കുരുടനെ സ്തോത്ര. ശിഷ്യന്മാര് കണ്ടപ്പോ ഒറ്റ ചോദ്യം, ഇവൻ പാപം ചെയ്തിട്ടാണോ?
ഇവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ ജനിച്ചത്. യേശു കാരണം എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇവൻ പാപം ചെയ്താണോ, അവന്റെ അമ്മയപ്പം, ഇതൊന്നും കർത്താവ് മൈൻഡ് ചെയ്തില്ല. കർത്താവ് പറഞ്ഞത് എന്തുകൊണ്ട് വന്നെന്നല്ല, എന്തിനു വേണ്ടി വന്നെന്നാ പറഞ്ഞത്. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാ, എന്തുകൊണ്ട് വന്നെന്ന നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത്, വീട്ടുകാർ മുഴുവൻ ചോദിക്കുക, നിനക്കിത് എന്തുകൊണ്ട് വന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, എന്തുകൊണ്ട് വന്നെന്നല്ല ദൈവം പറയാൻ പോകുന്നത്, എന്തിനു വന്നെന്നാണ്. ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകാം. ഈ രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നിലൊരു ദൈവപ്രവൃത്തി എന്നിലൊരു ദൈവപ്രവൃത്തി, കുടുംബമേ നിന്നിലൊരു ദൈവപ്രവൃത്തി, നീ അപമാനിക്കപ്പെട്ട ഇടത്തൊരു ദൈവപ്രവൃത്തി, നീ നിന്ദിക്കപ്പെട്ട ഇടത്തൊരു ദൈവപ്രവൃത്തി, നീ മെതിക്കപ്പെട്ട ഇടത്തൊരു ദൈവപ്രവൃത്തി, നീ പരിഹസിക്കപ്പെട്ട ഇടത്തൊരു ദൈവപ്രവൃത്തി, നീ ഒതുക്കപ്പെടാൻ നോക്കിയ ഇടത്തൊരു ദൈവപ്രവൃത്തി, നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടത്ത് ഒരു ദൈവപ്രവൃത്തി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇരമ്യാവ് പറയുന്നത് ഇങ്ങനെയാ, അവർ എനിക്ക് നേരെ ഒരു ഉപായം വിചാരിച്ചു. എന്നിട്ട് അവർ പറയാ, വാഹ നമുക്കവനെ വാക്കുകൊണ്ട് കൊല്ലാം. ഇന്ന് രാത്രി ഏത് പശൂറായാലും ആമേൻ, ഒരുപക്ഷെ പ്രവാചകന്റെ കന്നത്തടിക്കാൻ പശൂരെ നിനക്ക് പറ്റിയെന്ന് വരും. പക്ഷേ അവൻ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ പശൂരെ നീയും നിന്റെ വ്യാജ പ്രവചനം കേൾക്കുന്ന സകലരും ആമേൻ ബാബേലിലേക്ക് പോകും. അവിടെ വെച്ച് നീ ചത്തുപോകും. പക്ഷെ പ്രവചിക്കുന്ന പ്രവാചകൻ നേരെ നിൽക്കും. വിശ്വസിക്കുക. നിനക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ആമേൻ, നിന്നെ അപവാദം പറഞ്ഞ് ആമേൻ മേലെ കാവൽപുരമുറ്റത്ത് കന്നത്തടിയും കല്ലേറും തന്ന് അടക്കിയിരുത്താൻ നോക്കുന്നത് അവർക്ക് തകർച്ച വരത്തേയുള്ളൂ. ഇന്ന് രാത്രി ഉപദ്രവിക്കപ്പെടുന്നവനുണ്ടോ? നിനക്കൊരു പുറപ്പാടുണ്ട്. കർത്താവിനോട് പറ, നിന്റെ പരമാധികാരം എന്നിൽ വെളിപ്പെട്ടാൽ മതി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞേ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ സഭയിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ ഭാവിയിൽ നിന്റെ പരമാധികാരം വെളിപ്പെട്ടാൽ മതി. ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നോളാം. കാലഘട്ടങ്ങൾ എത്ര വൈകിയാലും നിന്റെ പരമാധികാരം, വായി തുറന്ന് പ്രാർത്ഥിര്, നിന്റെ പരമാധികാരം മതി കർത്താവേ. വായി തുറന്ന് പറ, നിന്റെ അധികാരം മതി. എനിക്കറിയാം അത് ദോഷമല്ല, അത് നന്മയാണെന്ന് എനിക്കറിയാം. നിന്റെ പരമാധികാരം മാത്രം എന്നിൽ വെളിപ്പെട്ടാൽ മതി. ചില മിനിറ്റുകൾ പ്രാർത്ഥിയില്ലേ. പ്രസംഗം എങ്ങും ആയില്ല കേട്ടോ, പക്ഷെ സമയം ഇന്ന് രാത്രി തീരാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യോഗത്തിൽ വന്നിട്ടുണ്ട്. കർത്താവ് യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങിയ പിന്നെ പ്രസംഗത്തിനും പ്രസംഗകനും വലിയ പ്രസക്തി ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിനാണ് ഇവിടുത്തെ സ്ഥാനം, കർത്താവിനാണ് ഇവിടുത്തെ പ്രസക്തി, ദൈവപ്രവർത്തിക്കാണ് ഇവിടുത്തെ പ്രസക്തി. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി ചിലരുടെ പരമാർത്ഥ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. ചിലരുടെ ജീവിതത്തെ അടിമുടി ഈ യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ ദൈവത്തിന്റെ ആത്മാവ് വ്യത്യസ്തമാക്കി തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിനക്കെതിരെ വർഷങ്ങളായി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ, ചില മന്ത്രവാദ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൂതന്മാർ വെട്ടുന്ന രാത്രിയാണ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്നവന്റെ കോപ്പ കവർന്നു കളകാൻ ആർക്കും കഴിയുകയില്ല എന്നതുപോലെ ഇന്ന് രാത്രി ചിലരെ ഒതുക്കുന്ന, ചിലരെ ബന്ധിക്കുന്ന, ചിലരുടെ നന്മകളെ ഒടുക്കിക്കളയുന്ന ബലവാന്മാരെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കിലോമീറ്ററുകൾക്കകലെ, മൈലുകളുടെ അപ്പുറത്ത് ഇന്ന് രാത്രി കാലഘട്ടങ്ങളായി നിനക്കെതിരെ ജയിച്ചു നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെടട്ടെ. അപവാദത്തിന്റെ ആത്മാക്കൾ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തകർക്കുന്ന ആത്മാവ് ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെടട്ടെ. പേടിപ്പെടുത്തുന്ന ദുർഭൂത ശക്തികൾ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെടട്ടെ. സകല അപകട ഭയങ്ങളെയും, സകല രോഗഭയങ്ങളെയും, സകല മരണ ഭയങ്ങളെയും ഇന്ന് രാത്രി സഭ അറസ്റ്റ് ചെയ്യുന്നു. ചലിക്കട്ടെ. കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചാട്ട്. ഇത് ഹിസ്കിയാവ് പറഞ്ഞതുപോലെ കഷ്ടവും ശാസനയുമുള്ള നിന്ദയുള്ള ദിവസമല്ല. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി രാജാതി രാജാവായി,
ദൈവം നിനക്ക് വേണ്ടി കർത്താവായി, ദൈവം നിനക്ക് വേണ്ടി ജയാളിയായി എഴുന്നേൽക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വർഷത്തെ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറ, ഈ ആത്മമണ്ഡലം തുറന്നു നിൽക്കുന്ന ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ ഇതിന് നടുവിൽ സംഭവിക്കപ്പെടാൻ പോകുകയാണ്. ചില രോഗസൗഖ്യങ്ങൾ ഇതിന് നടുവിൽ സംഭവിക്കപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചില ട്യൂമറുകൾ യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. ക്യാൻസറുകളെ നോക്കി ഞങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കുന്നു, ജനത്തെ വിട്ട് പുറത്തു പോകുക. യേശുവിന്റെ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വിടുവിക്കുന്ന ദൈവശക്തി ജനത്തിന്റെ മേൽ വിടുതലായി, ജനത്തിന്റെ മേൽ ശക്തിയായി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വ്യാപരിക്കട്ടെ. ചില അഭിഷക്തന്മാർക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി പെരുവെള്ളത്തിലും സമുദ്രത്തിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ വഴി യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പെരുവെള്ളത്തിലും ആമേൻ സമുദ്രത്തിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ വഴി, ആമേൻ കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ വഴി ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് വേണ്ടി തുറന്നു വരട്ടെ. പകൽ സൂര്യൻ, രാത്രി ചന്ദ്രൻ അവരെ തൊടരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം അവരെ പരിപാലിക്കണം. അവരുടെ വശത്ത് 1000 പേര്, അവരുടെ വലതുവശത്ത് 10,000 പേര് വീണാലും ഒന്നും അവരുടെ അടുക്കാത്ത വിധത്തിൽ ദൈവം അവരെ സംരക്ഷിക്കണം. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ ഈ ജനത്തെ തൊടരുത്. ഇവർ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ മാവ് കുഴയ്ക്കുന്ന തോട്ടിയിൽ, കോട്ടയിൽ അനുഗ്രഹം വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ നിരാശകൾ, എല്ലാ മാനസിക തകർച്ചകൾ, എല്ലാ ആകുലതകൾ, എല്ലാ ഉത്കണ്ഠകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജനത്തെ വിട്ട് മാറട്ടെ. ഉള്ളം മുഴുവൻ തുറന്ന് ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഈ രാത്രി ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പാറയിലെ തേൻ കൊണ്ട്, പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശേഷ ബലസമൃദ്ധി കൊണ്ട് ആമേൻ ഈ ജനം ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഒന്നും ഇവർക്കെതിരെ നിൽക്കരുത്. ഇവർ ദൈവത്തിന്റെ ഫേവർ അനുഭവിക്കുവാൻ ഇടവരട്ടെ. ഇവരുടെ ശരീരത്തിന്റെ ആരോഗ്യം കുറയരുത്, ഇവരുടെ ആസ്തികളുടെ ബലം കുറയരുത്. ദൈവത്താൽ ഇവർ നയിക്കപ്പെടുവാൻ ഇടവരട്ടെ. ഈ സഭ, ഈ ദേശം, ആമേൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസൻ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ പ്രവർത്തിക്ക് നന്ദി. ഈ രാത്രി സ്വസ്ഥതയോടെ, വിടുതലോടെ നിന്റെ ജനത്തെ അയക്കും യേശുവിൻ നാമത്തിൽ തന്നെ.